രാജ്യത്തുള്ള എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങൾക്കുമെതിരായി ഒരു സർക്കാർ, ഒരു പുരോഗമനമുഖമുള്ള സർക്കാർ അധികാരത്തിൽ വന്നൊരു പെർസെപ്ഷൻ സമൂഹത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് അത് വി ഡി സതീശൻ അതിനെ നയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇത് ജാതി മത സാമുദായിക ശക്തികൾക്കെതിരായിട്ടുള്ള സെക്യുലർ മുഖമുള്ള ഒരു സർക്കാർ എന്നൊരു പെർസെപ്ഷനാണ് പൊതുവേ ഉള്ളത്. അതിന് കാരണം, ആ പെർസെപ്ഷനുള്ള കാരണം ഇതിനു മുമ്പ് 10 വർഷം ഭരിച്ച സർക്കാർ അങ്ങനെയല്ലാത്ത ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഞാൻ ഇതിനെ പെർസെപ്ഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു പ്രതീതി മാത്രമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CPM മന്ത്രിമാർ, CPMകാരായ മന്ത്രിമാർ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത കാര്യം പറഞ്ഞു. അതേ സ്വീകരണ വേദിയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഹൈബീഡൻ MP-യും അന്നത്തെ MLA കെ ബാബുവും. ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തവരാണ്. അതിന് കോൺഗ്രസ്സുകാർക്ക് മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ CPMനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അത് ഇവരോടും ചോദിക്കേണ്ടതല്ലേ? അവരും ജനപ്രതിനിധികളല്ലേ? നിങ്ങൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണത്തെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഹൈബീഡനോടോ കെ ബാബുവിനോടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അപ്പോൾ ഈ സർക്കാരിൽ ഉള്ള മന്ത്രിമാരിൽ എത്ര പേർ, ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കി തന്നെ ഭൂരിപക്ഷം മന്ത്രിമാരെടുക്കുക, എത്ര പേർ വെള്ളാപ്പള്ളി നടേശനെ തുറന്ന് എതിർക്കുന്നവരുണ്ട്? തുറന്ന് എതിർക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും. അതിലൊരാൾ വി ഡി സതീശനുമായിരിക്കും. അതാണ് സത്യം. ഇനി കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഇപ്പോൾ KC വേണുഗോപാലാവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് വേണ്ടി ആൾക്കാർ വാദിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനൊരു ഘടകമായത്? വെള്ളാപ്പള്ളി നടേശനോടുള്ള രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസ്സിലെല്ലാവരും വലിയ സെക്യുലറിസ്റ്റുകളും പുരോഗമന ആശയമുള്ള ആൾക്കാരും സമഭാവനയുള്ള ആളുകളൊക്കെയാണെന്ന് ധരിക്കുന്നത് വെറുതെയാണ്. ആ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ, തുറന്ന് സംസാരിച്ചിട്ടുള്ള ആൾ വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ആ ആസ്പിറേഷനിൽ വോട്ട് ചെയ്ത വോട്ടർമാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ടത്. ജനം തെരുവിലിറങ്ങിയത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതിനുവേണ്ടിയാണ്. അതല്ലാതെ ഈ UDF സർക്കാർ മൊത്തം ഒരു പുരോഗമന സ്വഭാവമുള്ളൊരു സർക്കാരാണ്. അതിൻ്റെ മൊത്തം ആ UDFൻ്റെ മൊത്തം നിലപാട് ഇത്തരം സാമുദായിക ശക്തികൾക്ക് എതിരാണ്, അവരുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാത്തവരാണ് എന്നത് തെറ്റായ ധാരണയാണ്. കാരണം ഇതിനു മുമ്പ് ഒരു UDF സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാമുദായിക സംഘടനകളോട് അത് സ്വീകരിച്ച നിലപാടെന്താണ്? NSSന് തിരുവനന്തപുരത്തെ കണ്ണായ ഭാഗത്ത് 5 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട പാളയത്തിനടുത്ത് തന്നെ 5 സെൻറ്റ് സ്ഥലം ഭൂദാനം ചെയ്തു. ഇത് SNDPക്ക് 25 ഏക്കർ സ്ഥലം വാഗമണ്ണിൽ എഴുതി കൊടുത്തു. ചുമ്മാ വെറുതെ എഴുതി കൊടുത്തു. അങ്ങനെയാണ് സാമുദായിക സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. അപ്പോൾ ഇതെന്തോ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തൊരു മുന്നണിയാണ് UDF എന്നത് തെറ്റായ പ്രതീതിയാണ്. അതിൽ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോൾ അത് 15 വർഷം മുമ്പുള്ള സംഭവമാണ്, അല്ലെങ്കിൽ 12 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വിദ്വേഷ പ്രചാരണം വ്യാപകമാവുന്നു, ആളുകൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു, സമുദായ നേതാക്കൾ, ബഹുമാന്യരാണ് എന്ന് സമൂഹം ധരിക്കുന്ന സമുദായ നേതാക്കൾ തന്നെ വിദ്വേഷം പ്രസംഗിക്കുന്നു. വിദ്വേഷ പ്രസംഗത്തിന് ഭരണകൂടം പിന്തുണ കൊടുക്കുന്നു. അതായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പൊതുജനങ്ങൾക്ക് തന്നെ തോന്നി. ഇത് ശരിയായ നിലപാടല്ല, സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും പോളറൈസേഷനും ധ്രുവീകരണവും ഉണ്ടാക്കരുത് എന്ന് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് തോന്നി. ആ ജനങ്ങളുടെ ആഗ്രഹം വിളിച്ചു പറഞ്ഞ ആളായിരുന്നു വി ഡി സതീശൻ. വി ഡി സതീശൻ അത് ആ മുന്നണിയുടെ തന്നെ ഒരു മുദ്രാവാക്യമാക്കി മാറ്റി. ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അങ്ങനെ നടക്കില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കി. ജനം UDFന് വോട്ട് ചെയ്തു. ഇപ്പോൾ ജനം UDFന് വോട്ട് ചെയ്തത് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായ, ധ്രുവീകരണ ശ്രമത്തിനെതിരായ ജനങ്ങളുടെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് UDF വിജയിച്ചത് എന്ന് കരുതുന്ന UDFകാർ എത്ര പേരുണ്ടാവും? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോലുള്ള ആളുകൾ ജനങ്ങളെ ധ്രുവീകരിക്കാൻ നടത്തിയ ശ്രമം, ആ ശ്രമത്തിനെതിരെ എന്ന UDFന് വോട്ട് ചെയ്ത് കളയാം. അതിനെ LDF പിന്തുണച്ചുകൊണ്ട് UDFന് വോട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്ന ആളുകൾ വളരെ കുറവാണ്. പല കാരണങ്ങളും അവർ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള രോഷം, LDF സർക്കാരിൻ്റെ നിലപാടുകളിൽ മന്ത്രിമാരുടെ ആറ്റിറ്റ്യൂഡ്, ആ പാർട്ടി CPM എന്ന പാർട്ടി, ആ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനെതിരെയൊക്കെ ആയിട്ടുള്ള ജനവികാരമാണ് ഈ UDF വിജയത്തിന് പിന്നിൽ ധരിക്കുന്ന ആളുകളുണ്ടാവും അതിൽ. അല്ലാതെ ഇത് ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായിട്ട് മാത്രം അതിനെതിരെ വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റികളുണ്ടാവും, അതിനെതിരെ വോട്ട് ചെയ്ത സെക്യുലർ മൈൻഡുള്ള ആളുകളുണ്ടാവും. എല്ലാവരും അങ്ങനെയാവണമെന്നില്ല. അപ്പോൾ ഈ പുരോഗമന ആശയമുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചൊരു മുന്നണിയുമല്ല ഇത്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്മുറക്കാരും. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റം, അവിടുത്തെ ഈഴ സമൂഹം കൂടി വോട്ട് ചെയ്തിട്ടാണ് ബിന്ദുകൃഷ്ണ ജയിക്കുന്നത്. ആ ബിന്ദുകൃഷ്ണയ്ക്ക് അത് അക്നോളജ് ചെയ്യണം, ബിന്ദുകൃഷ്ണയുടെ വോട്ട് ബാങ്കിനെ അക്നോളജ് ചെയ്യണം. അതിനുവേണ്ടി അവർ പോയി കാണുന്നു. ബിന്ദുകൃഷ്ണ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവില്ല വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രസംഗികനാണെന്നോ, ഇല്ല അദ്ദേഹം മോശം സാമൂഹിക പ്രതിനിധാനത്തിൻ്റെ ആളാണെന്നോ ബിന്ദുകൃഷ്ണൻ വിശ്വസിക്കുന്നുണ്ടാവില്ല. ഏതുപോലെ കെ ബാബുവും ഹൈബീഡനും വിശ്വസിക്കാത്തതുപോലെ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ
ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ഓഡിറ്റിംഗ് വേണ്ടി വരും യു ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച്. എൽ ഡി എഫ് സർക്കാരിനെ എങ്ങനെ ഓഡിറ്റ് ചെയ്തോ അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അവിടെ വി ഡി സതീശൻ സവിശേഷമായി ഓഡിറ്റ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തെയാണ് ഈ കാര്യത്തിൽ ഒരു ഐഡിയലായി പൊതുജനം കാണുന്നത്, സമൂഹം കാണുന്നത് വി ഡി സതീശനെയാണ്. സതീശൻ എങ്ങാനും, അതായത് ഇനി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇതുവരെ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, ഇതുവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വേറെ അത്തരം പ്രസ്താവന ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗിനെ എന്തോ പറഞ്ഞു, ലീഗുകാർ പ്രകടനം നടത്തി, തിരിച്ച് SNDP പ്രകടനം നടത്തിയെന്നല്ലാതെ അത്തരത്തിലുള്ള കാലുഷ്യത്തിലേക്ക് സത്യപ്രതിജ്ഞ ശേഷം പോയിട്ടില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വി ഡി സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കും പ്രധാനം. അദ്ദേഹം മൗനം പാലിക്കുമോ, പിണറായി വിജയനെ പോലെ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുമോ, കവർ ചെയ്യുമോ, രക്ഷിച്ചെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ യു ഡി എഫ് സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക മന്ത്രിമാരെയും ഇക്കാര്യത്തിൽ ഓഡിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.